ശ്രീഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. നമ്മുടെ ഭഗവത്ഗീത വിചാരത്തിന്റെ 92ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമ്മൾ ഭക്തിയോഗത്തിന്റെ ഒരു ശ്ലോകം പറഞ്ഞിട്ട് നിർത്തി, കാരണം രാമായണം അന്ന് തീർക്കാമെന്ന് വെച്ചിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ 2ാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ ഭക്തിയോഗം എന്നാണ് ഭഗവാൻ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. ഭക്തിയെ പറ്റിയാണ് ഭഗവാൻ ഇതിൽ പറയുന്നത്. അപ്പൊ അർജുനൻ ചോദിക്കും, സഗുണ ഭക്തരും നിർഗുണ ഭക്തരും ഉണ്ടല്ലോ, അല്ലെ ഭഗവാൻ എങ്ങനെയുള്ളവരെയാണ് ഇഷ്ടം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ പറയുന്നു, സത്യാന്വേഷണ മാർഗത്തില് അവനവന്റെ മാർഗം മാത്രമാണ് ശ്രേഷ്ഠമെന്ന് മർക്കട പുഷ്ടി പിടിക്കാൻ പാടില്ല ആരും. അങ്ങനെയുള്ളവര് ഭഗവാൻ പറയുന്ന മറുപടിയാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ആരും ഞാൻ വിചാരിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കാൻ പാടില്ല. ഏകാഗ്രതയ്ക്കും ചിത്തശുദ്ധിക്കുമായി നിരന്തരമായിട്ട് ആരാണോ പ്രാർത്ഥിക്കുന്നത്, ശീലിക്കുന്നത്, അവർക്ക് പ്രതീകങ്ങൾ, അതായത് സഗുണങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം. ഭഗവാന്റെ പ്രതീകങ്ങൾ ഒരുപാടാണ്. നമുക്ക് 10ാമത്തെ അധ്യായത്തില് ഭഗവാന്റെ വിഭൂതികളിൽ പറഞ്ഞത്. അതില് ആ വിഭൂതികളിൽ വിഷ്ണുകുലത്തിന്റെ ഒന്ന് മാത്രമാണ് കൃഷ്ണൻ. വൈഷ്ണവകുലത്തിന്റെ വൃഷ്ണികുലത്തിലെ ആളായിട്ടാണ് കൃഷ്ണൻ പറയുന്നത്. വിഷ്ണുകുലത്തിൽ ഞാൻ വിഷ്ണു, കൃഷ്ണൻ, പിന്നെ പാണ്ഡവരിൽ ഞാൻ അർജുനൻ, ഇങ്ങനെ എല്ലാത്തിലും ശ്രേഷ്ഠത. അപ്പം സഗുണം എന്ന് പറയുമ്പം ഭഗവാന്റെ കൃഷ്ണന്റെ രൂപം മാത്രമാവണം എന്നില്ല. ഏത് പ്രതീകം എടുത്തിട്ടും നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭഗവാൻ ഉവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേത തേ മേ യുക്തതമാമദാഃ. ആരൊക്കെയാണോ മയി ഏതെങ്കിലും ഒരു എന്റെ ഏതെങ്കിലും ഒരു പ്രതീകത്തെ സങ്കല്പിച്ചുകൊണ്ട് ആവേശം വെച്ചാൽ മനസ്സിനെ പൂർണ്ണമായും എന്നിൽ ആ എടുത്ത പ്രതീകത്തിൽ ഉറപ്പിച്ചുകൊണ്ട് പരയാ ശ്രദ്ധയാ ഉപേത ഭഗവത് പ്രാപ്തി തന്നെ ലക്ഷ്യമായിട്ട് കണ്ടുകൊണ്ട് ഒരു പ്രതീകം എടുത്താൽ ആ പ്രതീകത്തിൽ തന്നെ പൂർണ്ണമായി ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും അർപ്പിച്ചുകൊണ്ട് അതിനെ തന്നെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിത്യയുക്ത. എങ്ങനെ പിടിക്കണം? നിത്യസ്മരണയോടുകൂടി. ഒരു ദിവസം സ്മരിച്ചു പിറ്റേ ദിവസം വിട്ടു, അത് പറ്റില്ല. നിരന്തരമായ സ്മരണയോടുകൂടി, നിത്യമായ സ്മരണയോടുകൂടി മാം ഉപാസതേ, ആരൊക്കെയാണോ എന്നെ ധ്യാനിക്കുന്നത്, തേ അവർ, മേധ എനിക്ക് വളരെ സമ്മതന്മാരാണ്, യുക്തതമ അവരെ ശ്രേഷ്ഠ യോഗികൾ തന്നെ എന്ന് ഞാൻ വിളിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ആരൊക്കെയാണോ ഏതെങ്കിലും ഒരു പ്രതീകം സങ്കല്പിച്ച്, കൃഷ്ണൻ തന്നെ വേണമെന്നില്ല, ശ്രീകൃഷ്ണൻ തന്നെ വേണമെന്നില്ല, ഏത് പ്രതീകമോ ആവാം, സങ്കല്പിച്ച് എന്നിൽ മനസ്സിനെ പൂർണ്ണമായി ഉറപ്പിച്ച് ഭഗവത് പ്രാപ്തി തന്നെ ലക്ഷ്യമായി അംഗീകരിച്ചുകൊണ്ട് നിതാന്ത സ്മരണയോടുകൂടി എന്നെ ധ്യാനിക്കുന്നത് അവർ എനിക്ക് സമ്മതന്മാരായ ശ്രേഷ്ഠ യോഗികൾ തന്നെയാണ്. നമുക്കിത് നമ്മുടെ ജീവിതത്തിൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം നമ്മളുടെ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള എല്ലാ മതക്കാരും, പല മതക്കാരും എത്രയോ കാലം കൊണ്ട് എല്ലാവരും അവരവരുടെ ഈശ്വരന്മാരെ ഭജിക്കുന്നു. എല്ലാവർക്കും ഈശ്വരപ്രാപ്തി കിട്ടുന്നുണ്ടല്ലോ, ഈശ്വരാനുഗ്രഹം കിട്ടുന്നുണ്ടല്ലോ. ഒരു ഈശ്വരനെ മാത്രം, അല്ലെങ്കിൽ ഒരു പ്രതീകം മാത്രം, അല്ലെങ്കിൽ ഒരു രൂപത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ടല്ലോ ലോകത്തെ ആൾക്കാർ, കോടാനുകോടി ആൾക്കാർ ജീവിക്കുന്നത്. പലരും അവരവർക്ക് ഇഷ്ടമുള്ള എത്രയോ പ്രതീകങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അനുഗ്രഹം കിട്ടുന്നുണ്ട്, ഏത് മതത്തിലാണെങ്കിലും. അപ്പൊ അത് എന്റെ മതം മാത്രമാണ് ശ്രേഷ്ഠം, ഞാൻ വിചാരിക്കുന്നത് മാത്രമാണ് ശ്രേഷ്ഠം എന്ന് മർക്കടമുഷ്ടി പിടിക്കാതെ ആരൊക്കെയാണോ നിതാന്ത സ്മരണയോടുകൂടി എന്റെ പ്രതീകത്തെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് എല്ലാവർക്കും എനിക്ക് സമ്മതരാണ് അവരെല്ലാവരും എന്നാണ് ഭഗവാൻ പറയുന്നത്.
തേമേ യുക്തതമാമത, ഞാൻ അവരെ വളരെ ശ്രേഷ്ഠരായ യോഗികളായിട്ട് തന്നെ കണക്കാക്കുന്നതാണ് ഭഗവാൻ പറയുന്നത്. നിർഗുണോപാസകരുടെ കാര്യം പറഞ്ഞ ശേഷം ഭഗവാൻ പിന്നെ എൻ്റെ സാകാര രൂപിയായ മൈ എന്ന് വെച്ചാൽ എൻ്റെ സാകാര രൂപിയായ പിന്നെ രൂപത്തെ ആര് ധ്യാനിക്കുന്നു എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ രൂപം എന്ന് ഭഗവാൻ ഇവിടെ അർത്ഥമാക്കുന്നില്ല. മൈ എന്ന് പറയുമ്പം എൻ്റെ ഏതെങ്കിലും ഒരു പ്രതീകത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈശ്വരഭാവനയോടെ ഏത് പ്രകൃതത്തെ അംഗീകരിച്ച് അതിൽ മനസ്സുറപ്പിക്കുന്ന ഭക്തനെയുമാണ് ഭഗവാൻ ഇവിടെ പരാമർശിക്കുന്നത്. ഞാൻ യുക്തതമനാണോ എന്ന് തീരുമാനിക്കുന്ന മാനദണ്ഡം അയാൾ ഏത് പ്രതീകമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതല്ല, അയാൾ ഏത് ഭാവത്തോടെയാണ് എന്നെ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൃഷ്ണനോ രാമനോ സീതയോ ലക്ഷ്മണനോ ആര് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ഏത് രൂപം വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷെ ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്, എത്രത്തോളം ഭാവമുണ്ട് അതിൽ, എത്രത്തോളം ആത്മസമർപ്പണമുണ്ട്, അത് മാത്രമേ ഭഗവാൻ നോക്കുള്ളൂ. പ്രതീകം എന്താണെന്ന് ഭഗവാൻ നോക്കില്ല. യേശുവിന്റെ പടമാവാം, അള്ളാ എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ബുദ്ധൻ ആവാം, അല്ലെങ്കിൽ മഹാവീരനാവാം, ഗുരുനാനാക്ക് ആവാം, ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ആര് വേണമെങ്കിലും ആയിക്കോളൂ. ഏത് രീതിയിലാണോ നിങ്ങൾ ആ സ്മരണ വെക്കുന്നത് അതിലാണ് കാര്യം ഇരിക്കുന്നത്. അതിന്റെ ക്വാളിറ്റി, ഗുണമേന്മ, ആ ഗുണമേന്മ നോക്കിയിട്ടാണ് നിങ്ങൾ ആരാണ്, യുക്തതമനാണോ യുക്തനാണോ എന്ന് തീരുമാനിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഒന്നാമതായി ഉപാസകൻ പരമമായ ശുദ്ധ ഉള്ള ആളായിരിക്കണം, നല്ല ശ്രദ്ധയുള്ള ഒരാൾ. പരമായ ശ്രദ്ധ, പരയാ ശ്രദ്ധയാന്ന് വെച്ചാൽ എന്താണ്, വേറെ ഒരു ലക്ഷ്യവുമില്ല, ഭഗവാനെ പ്രാപിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളായിരിക്കണം. പരയാ ഭക്തി, അതാണ് അത്. പിന്നെയോ വ്യത്യസ്തമായ വസ്തുബോധവും ആ വസ്തുവിനെ സാക്ഷാത്കരിക്കുമാണ് ജീവിത ലക്ഷ്യം എന്ന് ഉറപ്പുവരുത്തണം. അതായത് ചഞ്ചല ചിത്തരായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കാതെ ഭഗവാനെ സാക്ഷാത്കരിക്കൽ മാത്രമാണ് എൻ്റെ ജീവിത ഉദ്ദേശം, ജീവിത ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ ആ രീതിയിൽ നിരന്തരമായ സ്മരണയോടുകൂടി ഇരിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് ഏത് പ്രതീകവും സ്വീകരിക്കാം. അങ്ങനെ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു ഭക്തന് ഏത് നാമമോ ഏത് രൂപമോ സ്വീകരിക്കാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ ധ്യാനനിഷ്ഠമായിട്ട് മനസ്സിനെ ആ ഒരു പ്രതീകത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുക എന്നതിലാണ് അതിന്റെ ശ്രേഷ്ഠത ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാ ജീവിത കർമ്മ ചലനങ്ങളും ഞാൻ ചെയ്യുന്നതെല്ലാം തന്നെയും ഈശ്വര പ്രതീകത്തെ സ്മരിച്ച് ഭഗവാനെ ആരാധിക്കുന്നതായിട്ട് ചെയ്യണം. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി ഏത് കാര്യത്തിലും ഏത് ചെയ്യുന്നതും, ഭക്ഷണം കഴിക്കുന്നത് പോലും ഭഗവാന്റെ ആരാധനയാണ്. ഭഗവാനെയാണ്, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്, ഭഗവാനോട് ഞാൻ സംസാരിക്കുന്നു, ഭഗവാനെ ഞാൻ കീർത്തിക്കുന്നു. ഈ ഭാവത്തിലാണ് ഓരോ കാര്യവും ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെല്ലാം നമ്മൾ ഈശ്വരാരാധനയാക്കി മാറ്റേണ്ടതെന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഭഗവാനെ പ്രാപിക്കുക, അതായത് ബ്രഹ്മപ്രാപ്തി ഭഗവാൻ ഏത് രൂപത്തിൽ പ്രാർത്ഥിച്ചോ ആ രൂപത്തിൽ തന്നെ നൽകും. ഇപ്പൊ ശ്രീരാമ രൂപത്തിലാണ് ശ്രീരാമനെയാണ് പ്രതീകമായി വെച്ചുകൊണ്ട് ഒരാള് നിരന്തരമായ സ്മരണയോടുകൂടി ഇങ്ങനെ ഭഗവാനെ ഭജിക്കുന്നെങ്കിൽ ശ്രീരാമൻ തന്നെ ആയിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടും. ശ്രീരാമൻ, അതാണ് ഓച്ചറ പരബ്രഹ്മത്തിന് കാളയായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. കാളയായിട്ടോ ആമയായിട്ടോ കുതിരയായിട്ടോ എന്തായിട്ടാണെങ്കിലും പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രതീകത്തിന്റെ രൂപത്തിൽ ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. മനസ്സിലായില്ലേ? അതാണ് ഭഗവാൻ പറയുന്നത്. ശുദ്ധ മനസ്സോടുകൂടി ആ മനസ്സ് മുഴുവൻ ഭഗവാനിൽ ആവേശിപ്പിക്കണം, ഭഗവാനിൽ ലയിപ്പിക്കണം. എന്നിട്ട് നിത്യയുക്തനായിട്ട് എന്നെ ഭജിക്കുന്ന ആൾ സഗുണ ഉപാസകൻ, ഭഗവാന്റെ രൂപത്തെ വെച്ച് തന്നെ ധ്യാനിക്കുന്ന ആളാണ് സഗുണ ഉപാസകൻ. അങ്ങനെയുള്ള സഗുണ ഉപാസനെ ഞാൻ യുക്തതമൻ എന്ന് പറയും, അതായത് ഞാൻ യോഗി എന്ന് തന്നെ പറയും എന്നാണ് ഭഗവാൻ പറയുന്നത്. സർഗുണ നിർഗുണ ഭക്തന്മാരിൽ യുക്തതമൻ ആരാണെന്നാണ് അർജുനന്റെ ചോദ്യം. അപ്പൊ നിത്യയുക്തനായ സഗുണ ഭക്തൻ യുക്തതമനാണെന്ന് ഉത്തരം. അതായത് ഇതുമാതിരി ഭഗവാൻ പറഞ്ഞ മാതിരി പ്രതീകത്തിൽ നിഷ്ഠയോടുകൂടി സർവം സമർപ്പണം ചെയ്തുകൊണ്ട് സർവവും ആരാധനയായി കണ്ടുകൊണ്ട് നിരന്തര സ്മരണയോടുകൂടി സഗുണോപാസന ചെയ്യുന്ന ആള് മുക്തനാണ്, നിത്യയുക്തനാണെന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ അർജുനൻ ചോദിക്കുന്നു, അപ്പൊ നിർഗുണോപാസകനോ, രൂപമില്ലാതെ ധ്യാനിക്കുന്നവരോ? അപ്പൊ പറയാം, അങ്ങനെയുള്ള ഒരു ഭക്തൻ മഹാത്മാവാണ്. മനസ്സിലായില്ലേ?
അതുകൊണ്ട് അദ്ദേഹത്തെ യുക്തതമം എന്നുള്ള ശബ്ദം കൊണ്ടൊന്നും വിവരിക്കാൻ പറ്റില്ല. ഭഗവാനുമായിട്ട് ലയിച്ച ഒരാൾക്ക് മാത്രമേ അങ്ങനെ നിർഗുണോപാസന സാധിക്കുകയുള്ളൂ. അത്ര ശ്രേഷ്ഠമായ ഒരു തലത്തിലേക്ക്, ആത്മീയ തലത്തിലേക്ക് ഉയർന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ നിഗുണോപാസനയുടെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിനാണ് ഭഗവാൻ അടുത്ത പദ്യങ്ങളില് നിർഗുണോപാസന എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാണ്. ഏതക്ഷരമനിർദ്ദേശം അവ്യക്തം പര്യുപാസതേ സർവത്ര ഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം സന്നിയമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. എങ്ങനെയാണ് നിർഗുണോപാസന്റെ പ്രാർത്ഥന, നിർഗുണോപാസനയാണ് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലാക്കാം? അതാണ് ഇതിൽ പറയുന്നത്. ഇന്ദ്രിയഗ്രാമം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം കൂടെ ചേർന്ന്, കണ്ണ്, മൂക്ക്, വായ, ഇതിനെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും 10 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. അതിനെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഘാതത്തിനെയാണ്, ഒരു കൂട്ടിനെയാണ് ഇന്ദ്രിയഗ്രാമം എന്ന് പറയുന്നത്. അപ്പം ആ ഇന്ദ്രിയഗ്രാമത്തിനെ സംനിയമ്യ, അതായത് നിയന്ത്രിക്കണം. മനസ്സുൾപ്പെടെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും 10 ഇന്ദ്രിയങ്ങളെയും അന്തർമുഖമാക്കണം. ഇന്ദ്രിയങ്ങളെല്ലാം ബാഹ്യോന്മുഖമാണ്, എല്ലാം പുറത്തേക്കാണ് നോട്ടം. മനസ്സും അതെ, പുറത്തേക്കാണ് ചഞ്ചലമായിട്ട് ഓടി നടക്കുന്നത്. എല്ലാത്തിനെയും അന്തർമുഖമാക്കണം. അതാണ് സംനിയമ്യ എന്ന് വെച്ചാൽ അർത്ഥം. അതായത് വിഷയം എന്ന് വെച്ചാൽ ലോക ജീവിതത്തിൽ നമ്മൾക്ക് നേടേണ്ട ഒരുപാട് ലൗകിക സുഖങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ, അതാണ് വിഷയം എന്ന് പറയുന്നത്. ആ വിഷയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിനെ പിന്തിരിപ്പിക്കണം, ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കണം. എന്നിട്ട് എല്ലാം അന്തർമുഖമാക്കി ഈശ്വരനിലേക്ക് തിരിക്കണം. എല്ലായിടത്തും ഒരേ സത്യത്തെ, സർവത്ര സമബുദ്ധത, എല്ലായിടത്തും ഒരേ സത്യം തന്നെയാണ് കാണുന്നത്. സർവഭൂത ഹിതേ രതാഹ, എല്ലാ ജീവജാലങ്ങൾക്കും നന്മ വരണമെന്ന് മാത്രമേ അങ്ങനെയുള്ള നിർഗുണോപാസകൻ ആഗ്രഹിക്കുകയുള്ളൂ. സർവഭൂത ഹിതേ രതഃ, എല്ലാ ജീവജാലങ്ങൾക്കും നന്മ വരുത്തുവാനായിട്ടാണ് അയാളുടെ ജീവിതം. അതുപോലെ ആരൊക്കെയാണോ അങ്ങനെയുള്ളത് അവർ അനിർദ്ദേശ്യം, ഇന്ന പ്രകാരമെന്ന വാക്കുകൊണ്ട് വിവരിക്കുവാൻ കഴിയാത്തതും, അവ്യക്തം, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും. വ്യക്തമായത് എന്താണ്? നമുക്ക് കാണാൻ കഴിയുന്നത് വ്യക്തമാണ്, കാണാൻ കഴിയാത്തതോ അവ്യക്തമാണ്, അല്ലേ? കേൾക്കാൻ കഴിയുന്നത് വ്യക്തം, കേൾക്കാൻ കഴിയാത്തത് അവ്യക്തം. അങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയാൻ വയ്യാത്ത കാര്യങ്ങളെയാണ് അവ്യക്തം എന്ന് പറയുന്നത്. അചിന്യം, മനസ്സിന്റെ പ്രവൃത്തി എന്താണ്? ചിന്ത. മനസ്സ് അചിന്യം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ചിന്തിച്ച് കണ്ട് ഉറപ്പിക്കാൻ പറ്റാത്തത്. അത് മനസ്സുകൊണ്ട് ചിന്തിച്ച് അതിനെ നമുക്ക് അറിയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് സർവത്രകം, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതും, കൂടസ്ഥം, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു, പക്ഷെ എല്ലായിടത്തും മറഞ്ഞാണ് ഇരിക്കുന്നത്, മായ കൊണ്ട് മറഞ്ഞു വെച്ചിരിക്കുന്നു. അചലം, കൂടസ്ഥം അചലം. കൂടസ്ഥം എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്നത്, മായയിൽ മറഞ്ഞിരിക്കുന്നത്. അചലം എന്ന് വെച്ചാൽ ചലിക്കാത്തത്, പർവ്വതം പോലെ നിസ്തബ്ധനായിട്ട് നിൽക്കും, അനങ്ങില്ല, അതാണ് അചലം. അതുകൊണ്ടാണ് പർവ്വതത്തിന് അചലം എന്നൊരു പര്യായമുണ്ട്, പർവ്വതങ്ങൾക്ക് അചലം എന്ന് പറയും. അങ്ങനെ ധ്രുവം ച, ഒരിക്കലും ഒഴിവില്ലാത്തതും, അക്ഷരം, അക്ഷരം എന്ന് വെച്ചാൽ ക്ഷരമില്ലാത്തത്, ഒരിക്കലും ക്ഷയിക്കാത്തത്. ഒരിക്കലും ക്ഷയിക്കാത്ത ഒരു വസ്തുവേ ലോകത്തുള്ളൂ, പരബ്രഹ്മം. പര്യുപാസതേ, എന്നും എല്ലായ്പ്പോഴും ഭജിക്കുകയാണെങ്കിൽ ആ നിർഗുണ ബ്രഹ്മോപാസകൻ മാം ഏവ, എന്നെ തന്നെ പ്രാപിക്കുന്നതാണ്. നേരിട്ട് പ്രാപിക്കും, വേറൊരു വഴി കൂടെ ഒന്നും അല്ല. അങ്ങനെയുള്ള നിർഗുണോപാസകൻ നേരിട്ട് എന്നിൽ തന്നെ ലയിച്ചു ചേരും എന്നാണ് പറയുന്നത്. മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് അന്തർമുഖമാക്കി എല്ലായിടത്തും ഒരേ സത്യത്തെ തന്നെ കാണുന്നവരായി, എല്ലാ ജീവജാലങ്ങൾക്കും നന്മ വരണമെന്ന് കൊതിക്കുന്നവരായി ആരൊക്കെയാണോ ഇന്ന പ്രകാരമെന്ന് വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയാത്തതും, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും, മനസ്സുകൊണ്ട് ചിന്തിച്ച് ഉറപ്പിക്കാൻ കഴിയാത്തതും, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതും, എന്നാൽ മായയിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു, പക്ഷെ മറഞ്ഞിരിക്കുകയാണ്. മായയിൽ മറഞ്ഞിരിക്കുന്നതും ചലനമില്ലാത്തതും, ഒരിക്കലും ഒരു തര ച്യുതിയില്ലാത്ത, ഒരഴിവുമില്ലാത്തതുമായ പരബ്രഹ്മത്തെ എങ്ങും കണ്ട് ഭജിക്കുന്ന ആ നിർഗുണ ബ്രഹ്മോപാസകൻ ബ്രഹ്മമായി എന്നിൽ നേരിട്ട് പ്രാപിക്കുന്നു.
തേ പ്രാപ്നുവന്തി മാമേവ, എന്നെ തന്നെ. മാമേവ എന്ന് വെച്ചാൽ എന്നെ തന്നെ പ്രാപിക്കുന്നു. നിർഗുണ ബ്രഹ്മോപാസകൻ പ്രതീകത്തിന്റെ മാധ്യമം കൂടാതെ നേരിട്ട്, അതായത് അവർക്ക് നാമവും വേണ്ട, രൂപവും വേണ്ട, ഒരു പ്രതീകവും വേണ്ട. ഇതാണ് നിർഗുണ ബ്രഹ്മോപാസനയുടെ മെച്ചം. എന്താണ് നിർഗുണ ബ്രഹ്മം, എങ്ങനെയാണ് അതിനെ ഉപാസിക്കേണ്ടത്? ഈ ചോദ്യങ്ങൾക്കും ഇവിടെ വ്യക്തമായി ഭഗവാൻ ഉത്തരം നൽകുന്നു. ഇന്ന പ്രകാരമെന്ന് ബ്രഹ്മത്തെ വ്യക്തമായി വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റുമോ? പറ്റുകില്ല. ബ്രഹ്മം അനിർദ്ദേശ്യമാണ്. വേദാന്ത ശാസ്ത്രം സച്ചിദാനന്ദമെന്നും മറ്റും ബ്രഹ്മത്തെ വിവരിക്കുന്നതോ അതൊക്കെ ഏകദേശ വിവരണങ്ങളെ ആകുന്നുള്ളൂ. എത്ര വിവരിച്ചാലും പൂർണ്ണമായ ബ്രഹ്മാനുഭവ സ്ഥിതി മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനേ സാധിക്കില്ല. അനുഭവിച്ചു തന്നെ അറിയണം. പറഞ്ഞൊന്നും മനസ്സിലാക്കി തരാൻ പറ്റില്ല. വിവരിച്ച് വർണ്ണനാതീതം. ഒരാളുടെ അനുഭവം, എനിക്ക് ഒരു അനുഭവം ഉണ്ടായെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. അവനവൻ അനുഭവിച്ചു തന്നെ അറിയണം. അതാണ് ഈ പരബ്രഹ്മത്തിന്റെ ഒരു സ്വഭാവം. ഇന്ദ്രിയങ്ങൾ കൊണ്ടുവന്ന അതാണ് ഞാൻ അനുഭവിച്ച ബ്രഹ്മം എന്ന് നീ കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെ ഇങ്ങനെയാണ് കേട്ടൊന്ന് കേൾപ്പിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. അതും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാനോ മനസ്സുകൊണ്ട് ചിന്തിക്കാനോ ഒന്നും പറ്റാത്ത അത്രയ്ക്കൊരു തന്മാത്ര എന്ന് വെച്ചാൽ കാഴ്ച, കേൾവി, അതായത് ഇന്ദ്രിയങ്ങളുടെ സ്വഭാവത്തിനാണ് തന്മാത്ര എന്ന് പറയുന്നത്. അപ്പൊ കാഴ്ച, കേൾവി, സ്വാദ്, ടച്ച്, സ്പർശം, ഇങ്ങനെയുള്ള തന്മാത്രകൾ കൊണ്ട് ഒന്നും ഭഗവാനെ അറിയാൻ നമുക്ക് സാധിക്കില്ല. അത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതും ഉള്ളതിനെ മാറ്റി ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കുന്ന കൂടസ്വരൂപിണിയായ മായയാണ് ആ സത്യത്തെ മറച്ചിരിക്കുന്നു. ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് മായ. ഒരു സ്ക്രീനില് സിനിമ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ ഉണ്ടെന്ന്. സംഭവിക്കുന്നു, മനുഷ്യരോടുന്നു, ചാടുന്നു. മനുഷ്യരില്ല, ആരുമില്ല അവിടെ, ഒന്നുമില്ല. മായയാണത്, നമുക്ക് തോന്നുന്നതാണ്. മനസ്സിലായില്ലേ? തോന്നിപ്പിക്കുന്നതാണ്. ഭഗവാന് അതുപോലെയാണ്. ഈ പ്രപഞ്ചമുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നതാണ് മായ കൊണ്ട്. സിനിമയിൽ ഒരു സ്ക്രീനിൽ സിനിമ കാണുന്നു, സ്ക്രീനിൽ ഒന്നുമില്ല. സ്ക്രീൻ ആ പടം അങ്ങോട്ട് ആ പ്രൊജക്ടർ അങ്ങോട്ട് മാറ്റിയ സ്ക്രീൻ വെറുതെ വെള്ളയായിട്ട് അവിടെ നിൽക്കും. അതുപോലെയാണ് ഈ ലോകം. ഒന്നുമില്ല, പക്ഷെ എല്ലാം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നു. ആര്? ഭഗവാൻ തന്നെ തോന്നിപ്പിക്കുന്നു. ജനന മരണാദി വികാരങ്ങൾ ഒന്നുമില്ലാത്ത അചലമാണത്. എന്നെങ്കിലും അതില്ലാതായി പോകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് അത് ധ്രുവമാണ്. ഒരിക്കലും ഇല്ലാതെയായി പോകാത്തത് കൊണ്ടാണ് അതിനെ ധ്രുവം എന്ന് പറയുന്നത്. അക്ഷരബ്രഹ്മ, അക്ഷരം എന്ന് വെച്ചാലും ക്ഷരമില്ലാത്തത്, അക്ഷരം തന്നെയാണ് ബ്രഹ്മം. അങ്ങനെ ബ്രഹ്മം മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾ പുറമേയുള്ള വിഷയങ്ങളിൽ ചുറ്റിത്തിരുന്നത്തോളം കാലം ബ്രഹ്മദർശനം അസാധ്യമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഇങ്ങനെ പല പല കാര്യങ്ങളിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മദർശനം സാധ്യമല്ല. അതുകൊണ്ട് ബ്രഹ്മദർശനം കൊതിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ ആദ്യമായി മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കണം, ആത്മനിഷ്ഠമാക്കി ഉറപ്പിക്കണം. ഇതാണ് ഇന്ദ്രിയ സംയമനം. ഇന്ദ്രിയങ്ങൾക്കൊന്നും നമ്മൾ വശംവദരാകരുത്. കാണരുത്, കേൾക്കരുത്, ചെയ്യരുത്, പറയരുത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടക്കണം. അതാണ് ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയ ഗ്രാമ സംയമനം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കില്ലേ? ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കാതിരിക്കുമോ? കണ്ണ് ഇങ്ങനെ നോക്കിയാൽ കാണാതിരിക്കാൻ പറ്റുമോ? കാണും. പക്ഷെ ആ കാണുന്നതിനെ ഉള്ളിലേക്ക് സ്വീകരിക്കാതിരിക്കുക. അതാണ്. മനസ്സിലായില്ലേ? അതായത് അതെല്ലാം കാണുന്നത് അത് ബ്രഹ്മമാണെന്ന് സങ്കല്പിക്കുക. അതാണ് വേണ്ടത്. അങ്ങനെ ഈ സമബുദ്ധിത്വം ഒരു നിർഗുണോപാസകന് ഉണ്ടാവുന്നത് കൊണ്ട് അയാൾക്ക് ലോകത്തൊന്നിനോടും വെറുപ്പ് തോന്നില്ല, ഒന്നിനോടും മത്സരം തോന്നില്ല, ഒന്നിനോടും അസൂയ തോന്നില്ല. എല്ലാത്തിനോടും സർവഭൂത ഹിതേരഹ, എല്ലാത്തിനോടും സ്നേഹമാണ്. എല്ലാത്തിനോടും സർവത്ര സമയവും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് എല്ലാവരും. ഈ നിലയൊക്കെ ബ്രഹ്മോപാസന ചെയ്യുന്ന ആള് അചിരേണ ബ്രഹ്മമായി തന്നെ തീരുന്നു. അയാൾ തന്നെ ബ്രഹ്മമായി തീരുന്നു. അതാണ് നമ്മൾ നമ്മുടെ ഭഗവാനെയോ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ, ശ്രീരമണ മഹർഷി, ഇവരൊക്കെ ബ്രഹ്മത്തെ ഉപാസിച്ച് ബ്രഹ്മമായി തീർന്നവരാണ്. അവരൊക്കെ ബ്രഹ്മമായി തീർന്നു. അങ്ങനെ ജ്ഞാനി തോൽമൈവ മേ മതം, അതായത് ഭഗവാൻ പറഞ്ഞത് ജ്ഞാനി എന്നാണ് ഇങ്ങനെയുള്ള ഒരാളെ പറയുന്നത്. സർവത്ര ഭഗവാനെ കാണുകയും ഈ സ്വഭാവമുള്ള ആളാണ് ജ്ഞാനി, നിർഗുണോപാസകൻ. അപ്പൊ ഇത്ര മെച്ചമായ നിർഗുണോപാസനയെങ്കിൽ ഭഗവാൻ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഉപദേശിക്കാത്തത്?
ഇത്ര നല്ല കാര്യമാണെങ്കിൽ പിന്നെ എല്ലാവരും അത് ചെയ്താൽ പോരെ, എന്താണ് ഭഗവാൻ ഇത് പറഞ്ഞു കൊടുക്കാത്തത് എന്നാണ് അർജുനന് മനസ്സിലാവുന്നില്ല. അതൊന്ന് ചോദിക്കുകയാണ് അർജുനൻ. സംശയം ചോദിക്കുന്നതുകൊണ്ടാണ് അർജുനന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാവുന്നത്. ക്ലേശോ അധികരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. അവ്യക്താസക്തചേതസാം, അവ്യക്തത്തിൽ ആസക്തിയില്ലാത്ത ചേതസ്, ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ പ്രാപിക്കാൻ കഴിയാത്ത നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്ന, അതാണ് അവ്യക്തമായതിനെ ഉപാസിക്കുന്നു, അവ്യക്തമായതിൽ ആസക്തി ഉണ്ടാകുന്നു, അതാണ് നിർഗുണോപാസന. തേഷാം, അവർക്ക്, ക്ലേശം അധികതര, വളരെ കൂടുതലാണ് ക്ലേശം. ഒരു കാര്യം കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതും കാണാതെ ഭാവനയിൽ മനസ്സിലാക്കുന്നതും വ്യത്യാസമില്ലേ? കാണാതെ ഭാവനയിൽ മനസ്സിലാക്കുന്നത് തെറ്റാവാനും വഴിയുണ്ട്, തെറ്റിപ്പോവാനും വഴിയുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടാണ് അതിനെ അത്ര കൃത്യമായിട്ട് നമുക്ക് സങ്കല്പിച്ചെടുക്കുവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഇന്ദ്രിയ മനസ്സുകൾക്ക് വിഷയമല്ലാത്ത സത്യത്തെ പ്രാപിക്കുക. ദേഹവദ്ഭി, ദേഹാഭിമാനമുള്ളവർക്ക് ദുഃഖം അവ്യാപ്തത, ദേഹാഭിമാനമുള്ളവർക്കാണ് ഈ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ദുഃഖം ഉണ്ടായേ തീരൂ. ദേഹബോധമുണ്ടല്ലോ, ദേഹബോധമില്ലാത്തവർക്ക് സുഖദുഃഖങ്ങളൊന്നുമില്ല, ദ്വൈതഭാവങ്ങളൊന്നുമില്ല. ദേഹ അഭിമാനം ഉള്ളിടത്തോളം കാലം ഞാൻ ഈ ദേഹമാണ് എന്ന് വിചാരിക്കുന്നതിനാണ് ദേഹാഭിമാനം എന്ന് പറയുന്നത്. ഈ ദേഹാഭിമാനം ഉള്ളിടത്തോളം കാലം നമുക്ക് ആ ഒരു നിലയില് ദുഃഖമില്ലാതിരിക്കുകയോ ബുദ്ധിമുട്ടുകളില്ലാതിരിക്കുകയോ ചെയ്യില്ല. അതാണ് ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ പ്രാപിക്കാൻ കഴിയാത്ത നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവർക്ക് പ്രയാസം വളരെ കൂടുതലാണ്. എന്തെന്നാൽ ഇന്ദ്രിയ മനസ്സുകൾക്ക് വിഷയമല്ലാത്ത സത്യത്തെ പ്രാപിക്കുക. ദേഹാഭിമാനികൾ എന്ന് പറഞ്ഞാൽ ദേഹം കൊണ്ടാണ്, നമ്മൾ ദേഹമുള്ളത് കൊണ്ട് നമ്മളെല്ലാം രൂപവസ്തുക്കളിലാണ് നമ്മുടെ മനസ്സ് ആകൃഷ്ടമാകുന്നത്. രൂപമുള്ളതിനെയൊക്കെ, നമുക്ക് രൂപമുള്ളത് കൊണ്ട് രൂപമുള്ളതിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. രൂപമില്ലാത്തതിനെ എങ്ങനെ മനസ്സിലാക്കും? അത് വളരെ കഠിനമായ ഒരു 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 സാധനയായിട്ട് മാറും. അപ്പൊ അതിനൊരുപാട് ക്ലേശം അനുഭവിക്കേണ്ടി വരും. ക്ലേശോ അധികരസ്തേഷാം, ഏഷാം, അങ്ങനെയുള്ളവർക്ക് അധികതരമായ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. ജീവന്റെ ദേഹാഭിമാനമാണ് എല്ലാ സംസാര ബന്ധങ്ങൾക്കും ഹേതു. അജ്ഞാനമാണ് ജീവന്റെ കാരണ ശരീരം, അതിനെ തുടർന്ന് സൂക്ഷ്മ ശരീരം, അത് കഴിഞ്ഞ് സ്ഥൂല ശരീരം, ഇവ രൂപം കൊള്ളുന്നു. ഇങ്ങനെ ജഡങ്ങളായ 3 ശരീരങ്ങളും പേറി സംസാര ചക്രത്തു തിരിയുന്ന ജീവന്റെ അനുഭവ മണ്ഡലം മുഴുവൻ ജഡമാണ്. നമ്മൾ ജഡരൂപികളാണ്. നമ്മളുടെ ശരീരത്തില് മൂന്ന് തരം ശരീരങ്ങളാണ് നമുക്കുള്ളത്. കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ദഹിപ്പിക്കുന്നത് സ്ഥൂല ശരീരത്തെയാണ്. അതിനുശേഷമാണ് അതിൽ നിന്ന് കാരണ ശരീരവും മരിക്കുമ്പം സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും പോയി കഴിഞ്ഞിട്ട് നമ്മൾ ദഹിപ്പിക്കുന്നത് ജഡമായി കിടക്കുന്ന സ്ഥൂല ശരീരത്തെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ജീവന്റെ അനുഭവ മണ്ഡലം മുഴുവൻ ജഡമാണ്. ജഡാഭിമാനം നിമിത്തം സസ്വരൂപം പാടേ വിസ്മരിച്ച ജീവാത്മാവിന് ജഡഭിന്നമായ ശുദ്ധ സേതന സത്തയെ ഭാവന ചെയ്യാൻ പോലും സാധിക്കില്ല. ആ സ്ഥിതിക്ക് എങ്ങനെയാണ് ഉപാസിക്കുക? ഭാവിച്ചിട്ട് വേണ്ടേ ഉപാസിക്കാൻ. ഇങ്ങനെ ഒരു നമുക്ക് സങ്കല്പം, ശ്രീകൃഷ്ണൻ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ശ്രീകൃഷ്ണനെ നമുക്ക് പൂജിക്കാം, ഉപാസിക്കാം, അല്ലെ, സേവിക്കാം. അങ്ങനെ ഒരു സങ്കല്പിക്കാൻ സാധിക്കില്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്തിനെ ഉപാസിക്കുക? ഇങ്ങനെ ഗ്രഹിക്കും. നാമരൂപങ്ങളില്ലാത്ത ഒന്നിനെ മനസ്സ് എങ്ങനെയാണ് ഗ്രഹിക്കുക? സാമാന്യ ദിനങ്ങളിലെ മനസ്സ് അധികവും രജസ്തമോ ഗുണങ്ങൾ കൊണ്ട് കലുഷമാണ്. രജസ്സും തമസ്സുമാണ് സാധാരണക്കാരുടെ മനസ്സിൽ കൂടുതലായിട്ടുള്ള 2 ഗുണങ്ങൾ. അവർക്ക് ശുദ്ധ ചേതന വസ്തുവിനെ ഗ്രഹിക്കുവാനേ സാധിക്കില്ല. അങ്ങനെയുള്ളവർ ആരംഭത്തിൽ ഏതെങ്കിലും സകാര രൂപം ഭജിച്ച് രജസ്തമസ്സുകളെ കുറച്ച് സത്വഗുണം കൂട്ടി കൊണ്ടുവരാനാണ് യത്നിക്കേണ്ടത്. സത്വഗുണം വികസിച്ചാൽ ആനന്ദ സ്വരൂപമായ വസ്തുവിൽ സ്വയം പ്രകാശിക്കാൻ തുടങ്ങും. നിവൃത്തി മാർഗം അവലംബിച്ചാണ് നിർഗുണോപാസന ശീലിക്കേണ്ടത്. പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും 2 മാർഗം ഉണ്ടല്ലോ. പ്രവൃത്തി മാർഗം ലോകത്തിന്റെ മാർഗമാണ്. നിവൃത്തി മാർഗം നമ്മുടെ ആത്മാവിന്റെ, അതായത് നമ്മുടെ ആത്മീയതയുടെ മാർഗമാണ്. അപ്പം നിവൃത്തി മാർഗമാണ് നമ്മൾ നിർഗുണോപാസനയിൽ സ്വീകരിക്കേണ്ടത്.
അപ്പൊ നമ്മുടെ സങ്കല്പങ്ങളെയൊക്കെ അകറ്റി ദേഹ, ഇന്ദ്രിയ, മന, പ്രാണ ആദ്യമൊന്നും താനല്ലെന്ന് കാണണം. എൻ്റെ ഈ ദേഹം ഞാനല്ല, ഈ മനസ്സ് ഞാനല്ല, ഈ ആത്മാവ് ഞാനല്ല, എൻ്റെ ഒന്നും ഞാനല്ല. നേതി നേതി നേതി, അതാണ് നേതി നേതി എന്ന പ്രക്രിയയാണ് ഉപനിഷത്ത് പറയുന്നത്. ഇത് ഞാനല്ല, ഇത് ഞാനല്ല, ഇത് ഞാനല്ല, അങ്ങനെ നേതി നേതി എന്ന പ്രക്രിയയാണ് വിവരിക്കുന്നത്. ചിത്തത്തിന്റെ സത്വഗുണ പ്രകാശത്തിൽ ആത്മാനന്ദം പ്രതിഫലിച്ച് കിട്ടാത്തിടത്തോളം മനസ്സിന് ഈ പ്രക്രിയ നേതി നേതി എന്ന് പറയാൻ സാധിക്കില്ല. അതായത് സത്വഗുണം പൂർണ്ണമായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒന്നിനോടും ഈ പറഞ്ഞ മാതിരി യുക്തതമനായി മാറും. സർവലോകഹിത, എല്ലാ സർവജീവഹിതൻ ആയിത്തീരും. അപ്പൊ നമുക്ക് ഒന്നിനോടും ഒരു തരത്തിലുള്ള പിന്നെ ചീത്തയായ ഒരു തരത്തിലുള്ള ഭാവനകളും നമുക്കുണ്ടാവില്ല. എല്ലാവരോടും സ്നേഹം, എല്ലാത്തിലും ഈശ്വരനെയാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു ആത്മാനന്ദം അനുഭവിക്കുമ്പം മാത്രമേ മനസ്സിന് ഈ നേതി നേതി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിർഗുണോപാസന വളരെ ക്ലേശകരമാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നത്. നേരെ മറിച്ച് മനസ്സിന് അവലംബമായ ഒരു പ്രതീകമുണ്ടെങ്കിൽ ഈശ്വരഭാവനയോടെ അതിൽ ഏകാഗ്രപ്പെടാൻ എളുപ്പമാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഭഗവാനോ കൃഷ്ണനോ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഭക്തി തോന്നും, പെട്ടെന്ന് ഭക്തി ലീനരാവാൻ പറ്റും, ഭജിക്കാൻ പറ്റും, പൂജിക്കാൻ പറ്റും. അത് ഇല്ലാതെ അങ്ങനെ ഒരു പ്രതീകമില്ലാതെ നമ്മൾ എങ്ങനെ ചെയ്യും? അതിന് വളരെ ക്ലേശമാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നത്. നിർഗുണോപാസനയേക്കാൾ സഗുണോപാസന ക്ലേശം കുറഞ്ഞതാണെന്ന് സമ്മതിക്കാം. പക്ഷേ അതുകൊണ്ട് നേരിട്ട് ബ്രഹ്മപ്രാപ്തി ഉണ്ടാവില്ല. അതിനൊരു ഒരു ഒരു മൂന്നാമതൊരു ഒരു ഏജന്റ് വേണം. മനസ്സിലായില്ലേ? പിന്നെ എന്താണ് പ്രയോജനം എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ഭഗവാൻ തന്നെ പറഞ്ഞു, നിർഗുണോപാസന ചെയ്യുന്നവർ എന്നിൽ നേരിട്ട് വരും, എന്നെ നേരിട്ട് പ്രാപിക്കുന്നു പറഞ്ഞു. പിന്നെ സഗുണോപാസന ചെയ്യാൻ പറഞ്ഞ ഭഗവാനെ പ്രാപിക്കാനുണ്ടെങ്കിൽ പിന്നെ എന്ത് കാര്യം എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. ഏതു ആരൊക്കെയാണോ മയി പ്രതീകാത്മകമായി എന്നിൽ സർവാണി കർമാണി എല്ലാ കർമ്മങ്ങളും സന്യസി കർത്തൃഭാവം വെടിഞ്ഞ്, എന്താണ് സന്യാസം എന്ന് പറയുന്നത്? കർത്തൃഭാവം വെടിഞ്ഞ് എല്ലാം ചെയ്യുന്നതിനാണ് സന്യാസം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വേഷം കെട്ടുന്നതുകൊണ്ടോ പിന്നെ കാവ്യ ഉടുക്കുന്നതുകൊണ്ടോ വീട് ത്യജിച്ച് പുറത്തിറങ്ങി നടക്കുന്നതൊന്നും സന്യാസമാവില്ല. സന്യാസമാവണമെങ്കിൽ എന്ത് വേണം? എല്ലാ കർമ്മങ്ങളും ഭഗവാനാണ് ചെയ്യുന്നത്. എനിക്ക് യാതൊരു കർമ്മങ്ങളും ഞാൻ ചെയ്യുന്നില്ല. ചെയ്യുന്നത് നമ്മളായിരിക്കും, പക്ഷെ ഞാനാണെന്നുള്ള ഭാവത്തിലല്ല ചെയ്യുന്നത്, ഭഗവാനാണ് ചെയ്യുന്നത്. കർത്തൃത്വ ബോധമില്ലാതെ അർച്ചനാരൂപമായിട്ടെല്ലാം ഭഗവാന്റെ അർച്ചനയായിട്ട് അനുഷ്ഠിച്ച് മൽപര പരമപ്രാപ്തിരെ പരമലക്ഷ്യമായി അംഗീകരിച്ച് അനന്യേന ഏവ യോഗേന, ഈ യോഗത്തിലല്ല വേറെ ഒരു കാര്യത്തിലും മനസ്സ് എന്ന് പതിക്കാതെ മാം ധായന്ത പ്രതീകരൂപിയായ സഗുണോപാസന ചെയ്താൽ എങ്ങനെ എന്നെ പ്രാപിക്കാന്ന് ചോദിച്ചില്ല, അതിന് ഉത്തരം വേണം. അതുകൊണ്ട് പറയുകയാണ്, എന്നെ അങ്ങനെ പ്രതീകം വെച്ചുകൊണ്ട് ധ്യാനിക്കുന്നവർക്ക് മയ്യാവേശ ചേതസാം തേഷ, എന്നിൽ പൂർണ്ണമായ മനസ്സ് അർപ്പിച്ചിട്ടുള്ളത് കൊണ്ട് പാർത്ഥ അഹം മിത്ത് സംസാര, അതായത് ജനന മരണ ആത്മകമായ ഈ സംസാര സാഗരത്തിൽ നിന്നും വേഗം ഉദ്ധരിക്കുന്നു. അവരെ ഞാൻ പെട്ടെന്ന് ഉദ്ധരിക്കുന്നു. ആരൊക്കെയാണോ പരമാത്മ പ്രതീകമായ എന്നിൽ എല്ലാ കർമ്മങ്ങളും സർവധർമാൻ പരിത്യജ എന്ന് പിന്നെ വീണ്ടും ഭഗവാൻ പറയുന്നുണ്ട്. കർത്തൃഭാവം വെടിഞ്ഞ അർച്ചനാരൂപത്തിൽ പ്രതിഷ്ഠിച്ച് പരമാത്മപ്രാപ്തി പരമലക്ഷ്യമായി അംഗീകരിച്ച് മറ്റൊന്നിലും മനസ്സ് ചെന്ന് പറ്റാതെ പ്രതീകരൂപനായ എന്നെ തന്നെ ധ്യാനിച്ച് ഭജിക്കുന്നത് എന്നിൽ പൂർണ്ണമായി മനസ്സ് അർപ്പിച്ചിട്ടുള്ള അവർക്ക്, അല്ലയോ അർജുന, ഞാൻ ജനന മരണാത്മകമായ ഈ സംസാര സമുദ്രത്തിൽ നിന്നും വളരെ വേഗം ഉദ്ധരിക്കുവാനായി ഇടവരുത്തുന്നു. തേഷാമഹം സമുദ്ധർത്ത. ഈശ്വരനെ ഏത് രൂപത്തിൽ ഭജിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഭജിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ലക്ഷ്യത്തെക്കുറിച്ച് സംശയമില്ലാതെ ഇരിക്കുക. താൻ അംഗീകരിച്ച ഈശ്വര രൂപത്തിൽ സർവാർപ്പണമായ ബുദ്ധി ഉണ്ടാവുക. ഇത് രണ്ടുമാണ് ആവശ്യം. അർപ്പണ ബുദ്ധിയോടുകൂടി നിഷ്കാമ ഭക്തിയാണ് ഒരുവൻ തന്റെ എല്ലാ ജീവിത കർമ്മങ്ങളിലും ചെയ്യേണ്ടത്.
അതിനായി അവസരം കിട്ടുമ്പോഴൊക്കെ ഏകാഗ്രചിത്തനായി. എങ്ങനെയാണത്? നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ സത്യസായി ഭഗവാനുമായിട്ട് നമ്മൾ എങ്ങനെയാണ് കോണ്ടാക്ട് വെക്കുക? എങ്ങനെയാണ് കോണ്ടാക്ട് വെക്കാൻ സാധിക്കുക? ഈശ്വരനുമായിട്ട് കോണ്ടാക്ട് വെക്കണമെങ്കിൽ നിരന്തരമായ സത്സംഗം ഉണ്ടാവണം. എന്താണ് സത്സംഗം? ഏകാഗ്രചിത്തനായിട്ട് ഭഗവത് കഥ കേൾക്കുക, കീർത്തിക്കുക, ഭഗവത് രൂപം ധ്യാനിക്കുക, ഭഗവത് കഥ വായിക്കുക, ഭഗവത് കഥാരതി കർമ്മവാസനയ്ക്ക് ശക്തി കുറയ്ക്കും. കഥാശ്രവണത്തിൽ ക്രമേണ അതിയായ ആനന്ദം അനുഭവപ്പെട്ടു തുടങ്ങും. തുടർന്ന് വിട്ടുപോകാതെ ഭഗവത് സ്മരണ ഉള്ളിൽ നിറയ്ക്കും. അങ്ങനെ ചിത്തം ശുദ്ധിയാവും. അനന്തരം സത്വഗുണത്തിൻ്റെതായ പ്രസന്നത സദാ അനുഭവപ്പെടും. ഈ രജോ ഗുണക്കാർക്കും തമോ ഗുണക്കാർക്കാണ് ഈ ദുർമുഖങ്ങളൊക്കെ ഉള്ളത്. സത്വഗുണക്കാർക്ക് ഒരു തരത്തിലുള്ള ദുർമുഖങ്ങൾ ഉണ്ടാവില്ല. അവരെപ്പോഴും ശാന്തചിത്തരായിരിക്കും, പ്രസന്ന ചിത്തരായിരിക്കും. അവർ ദുർമുഖം കാണിക്കില്ല. കാരണം അവര് ഈ ഗുണങ്ങളാൽ പിന്നെ അവരെ ഈ ഗുണങ്ങൾ അവരെ മർദ്ദിക്കുന്നില്ല. സത്വഗുണം മർദ്ദനമില്ല, അവിടെ ശാന്തത മാത്രമേ ഉള്ളൂ. അതാണ് ഭഗവാൻ പറയുന്നത്, ചിത്തശുദ്ധിയായി ഈ മനസ്സ് രജസ് തമസ് എന്നീ മാലിന്യങ്ങൾ അകറ്റും. മനസ്സിലായില്ലേ? അപ്പം മനസ്സ് ബോധാനന്ദഘനമായ ഭഗവത് തത്വം ഗ്രഹിക്കുവാൻ പ്രാപ്തി നേടും. അതോടെ കർമ്മവാസന രൂപമായ ഹൃദയഗ്രന്ഥികൾ പൊട്ടിച്ചു തരും. സംശയം പാടെ അകലും. കർമ്മബന്ധം മുഴുവൻ ഒടുങ്ങിക്കിട്ടും. അനന്യയോഗത്തോടെ സർവകർമ്മങ്ങളും ഭഗവത് അർപ്പണമാക്കി ഭഗവത് ധ്യാനം ശീലിക്കുന്ന ഭക്തനെ സംസാര സാഗരത്തിൽ നിന്നും ഭഗവാൻ ഉദ്ധരിക്കുന്നതിന്റെ ക്രമം ഇതാണ്. ഈ ക്രമത്തിലാണ് ഭഗവാൻ ഉദ്ധരിക്കുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് ഉദ്ധരിച്ചെടുക്കുകയല്ല, നമ്മുടേതായ രീതിയിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതായത് അനന്യ ഭക്തിയോടുകൂടി നമ്മൾ പ്രതീകമായിട്ട് സ്വീകരിക്കുന്ന ആ മൂർത്തിയെ തന്നെ സദാ നിരന്തരം ധ്യാനിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ കഥകൾ കേട്ടുകൊണ്ട്, കഥകൾ പറഞ്ഞുകൊണ്ട്, കഥകൾ അതിലെല്ലാം ആനന്ദം അനുഭവിച്ചുകൊണ്ട് സദാ ആ സ്മരണ നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ കൈപിടിച്ച് പതുക്കെ പതുക്കെ ഉയർത്തിയെടുക്കും. മനസ്സിലായില്ലേ? അങ്ങനെ സർവശക്തനും സർവജ്ഞനുമാണ് ഭഗവാന് ആണ്. ആ ഭക്തൻ ഏത് രൂപത്തിൽ ഭഗവാൻ സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമാണ്. അപ്പൊ ഭഗവാൻ എവിടെയിരുന്ന് ഏത് രൂപത്തിൽ ഭക്തൻ പ്രാർത്ഥിച്ചാലും ഭക്തനെ രക്ഷിക്കാൻ ഭഗവാൻ എത്താൻ ഒരു നിമിഷം പോലും വേണ്ട. പെട്ടെന്ന് എത്താനുള്ള കാരണം എന്താണ്? സർവവ്യാപിയാണ്. ഇവിടുന്ന് തന്നെ ഇങ്ങനെ ഇറങ്ങി വരാം. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പം അങ്ങനെ ഭഗവാൻ രക്ഷിച്ചിട്ടുള്ള അനേകം ഭക്തന്മാരെ നമുക്കറിയാം. പ്രഹ്ലാദൻ വിളിച്ച ഉടൻ തന്നെ ആ തുണിലുണ്ടോ തുരുമ്പിലുണ്ടോ തൂണിൽ ടപ്പ് ഇറങ്ങി വന്നില്ലേ? നേരത്തെ അവിടെ ഒളിച്ചിരുന്നോ നരസിംഹമൂർത്തി? ഇപ്പൊ എന്നെ ഇങ്ങനെയൊക്കെ ഹിരണ്യകാശിപ് ചോദിക്കും, അതുകൊണ്ട് ഈ തൂണിനകത്ത് ഒളിച്ചിരിക്കാന്ന് വിചാരിച്ചോ? ഇല്ല. അച്ഛൻ മകനോട് ചോദിക്കുന്നു, നിന്റെ തൂണിലും തുരുമ്പിലും ഉണ്ടോ? ഈ തൂണിലും ഉണ്ടോടാ എന്ന് ചോദിച്ചപ്പോ ആ ഉണ്ട് എന്ന് പറഞ്ഞപ്പം ടപ്ന്നൊരു വെട്ട് ദേ വരുന്നു. അപ്പം സർവവ്യാപിയായ ഭഗവാന് ഇഷ്ടമുള്ള രൂപം സ്വീകരിച്ചുകൊണ്ട് ചടേന്ന് അങ്ങോട്ട് ചാടി വീണു. മനസ്സിലായില്ലേ? അതാണ് അദ്ദേഹത്തിന് ഒരു പ്രയാസമില്ല പ്രത്യക്ഷപ്പെടാൻ. ഇങ്ങനെ തന്റെ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് അനന്യ ഭജനത്തിന്, അനന്യമായ ഭക്തി, ഭജനം എന്ന് വെച്ചാൽ അനന്യമായ ചിന്ത, സ്മരണ നിലനിർത്തുവാനാണ് ഭഗവാൻ അർജുനനോട് ആവശ്യപ്പെടുകയാണ്. മയ്യേവ മന ആധൽസ്വ മയി ബുദ്ധിം നിവേശയ നിവിസസ്യസി മയ്യേവ അത ഊർധം ന സംശയ. മൈ ഏവ, അതായത് എന്നെ തന്നെ, പരമാത്മമായ പ്രതീകമാണ് ഞാൻ. പരമാത്മ പ്രതീകമായ എന്നിൽ തന്നെ മന ആധൽസ്വ, മനസ്സിനെ ഉറപ്പിച്ചു വെക്കൂ. മൈ, എന്നിൽ ബുദ്ധിം നിവേശയ, മനസ്സുറപ്പിക്കൂ, ബുദ്ധിയെയും ഉറപ്പിക്കൂ. കാരണം ഇത് രണ്ടും ഉറപ്പിച്ചില്ലെങ്കിൽ മനസ്സ് വിളിക്കുന്നിടത്ത് ബുദ്ധി പോവും, ബുദ്ധി വിളിക്കുന്ന മനസ്സ് പോവും. അപ്പൊ രണ്ടും കൂടെ പിന്നെ അവിടെ ബഹളമാവും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് മനസ്സും ബുദ്ധിയും എന്നിൽ ഉപേക്ഷിപ്പിക്കൂ, എന്നിൽ പ്രവേശിപ്പിക്കൂ. അത് ഊർധം, തുടർന്ന് മേലിൽ മയേവ, എന്നിൽ തന്നെ നിവിശ്വസ്, നീ പറ്റി നിൽക്കും. ന സംശയം, അതിന്റെ സംശയമേ ഇല്ല അർജുന എന്ന് പറയണം. അതായത് പരമാത്മ പ്രതീകമായ എന്നിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിയും ഉറപ്പിച്ച് നീ നിൽക്കുകയാണെങ്കിൽ മേലിൽ തുടർന്ന് നിനക്ക് യാതൊരു തരത്തിലുള്ള സംശയങ്ങൾക്കും അവകാശമില്ല. നീ എന്നോട് തന്നെ ചേർന്ന് നിൽക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. നിവിശ്വസി മയ്യേവ, എന്നിൽ തന്നെ. മനസ്സും ബുദ്ധിയും എവിടെ ഉറയ്ക്കുമോ മനുഷ്യൻ അവിടെ പറ്റി നിൽക്കും എന്നുള്ളത് നിയമമാണ്. ബുദ്ധി എവിടെ ഉറയ്ക്കുമോ മനസ്സ് അതിനെ പിന്തുടരുന്നു. അതാണ് മറ്റൊരു നിയമം. ജീവിതത്തിന്റെ ലക്ഷ്യം തീരുമാനിക്കലാണ് നിശ്ചയാത്മകമായ ബുദ്ധിയുടെ ജോലി. ബുദ്ധി നിശ്ചയിക്കുന്ന ലക്ഷ്യം നേടാനുള്ള വിവിധ മാർഗങ്ങൾ ആരായുകയും
കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും തുടർന്ന് ഫലചിന്തയിൽപ്പെട്ട് ഉരുളുകയുമാണ് സങ്കല്പ വികല്പാത്മക മനസ്സിന്റെ ജോലി. വികല്പവും സങ്കല്പവുമാണ് മനസ്സിന്റെ ജോലി. മനസ്സിന്റെ എന്താണ്? സങ്കല്പിക്കുക, അത് അഴിച്ചു മാറ്റുക, പിന്നെയും സങ്കല്പിക്കുക, വികല്പം. അതാണ് മനസ്സിന്റെ ജോലി. നമ്മൾ കണ്ടിട്ടില്ലേ, ലക്ഷ്യപ്രാപ്തിയോടുകൂടി ഒരു ലക്ഷ്യം നേടണം, IAS ആവണം എന്ന് പറഞ്ഞ ഇപ്പൊ എത്രയോ കുട്ടികളുടെ തീരെ പാവപ്പെട്ട കുട്ടികളെ, കൈയില്ലാത്ത കുട്ടി, കാലില്ലാത്ത കുട്ടി, സ്പാസ്റ്റിക് കുട്ടി, ഇവരൊക്കെ IAS നേടിയിരിക്കണം. എന്തോ വലിയൊരു പരീക്ഷയാണ് IAS. എത്ര സുഗമമായിട്ട് നേടിയതാണോ? അല്ല. എങ്ങനെയാണ് നേടിയത്? ജീവിതത്തിന്റെ ലക്ഷ്യം തീരുമാനിച്ചു. അവര് ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. IAS എന്നുള്ള ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കൊക്കെ IAS കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഇപ്പൊ നമുക്ക് പണമുണ്ടാക്കാൻ മാർഗങ്ങൾ ആരായുന്നവരോ ആ പണമുണ്ടാക്കാനായിട്ട് തന്നെ എന്തെല്ലാം കർമ്മ പരിപാടികൾ, എന്തൊക്കെ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുക, എന്തെല്ലാം ലാഭനഷ്ടങ്ങളും സദാ സങ്കല്പിച്ചും സംശയിച്ചും കുഴങ്ങിയും മറിഞ്ഞും അങ്ങനെയൊക്കെ ആ ലക്ഷ്യം പണമുണ്ടാക്കണം, പണക്കാരനാകണം എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? ഇത് തന്നെ ഭഗവത് പ്രാപ്തിയാണ് ലക്ഷ്യമായി കരുതി പ്രവർത്തിക്കുന്നതെങ്കിലോ അപ്പം ഭഗവാൻ ബുദ്ധിക്ക് ആശ്രയമായി തീർക്കുന്നു എന്ന് കരുതുക. അപ്പോൾ മനസ്സ് ഭഗവത് പ്രാപ്തിക്കുള്ള മാർഗങ്ങൾ ആരായുകയും കർമ്മ പരിപാടികൾ തയ്യാറാക്കുകയും ചെയ്യും. ഭഗവാനെയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. നമ്മുടെ ബുദ്ധി നമുക്ക് ഭഗവാനെയാണ് നേടേണ്ടത് എന്നാണ് തീരുമാനിക്കുന്നത്. നമുക്ക് ഡോക്ടറാണ് ആവേണ്ടത്, നമുക്ക് എഞ്ചിനീയർ ആണ് ആവേണ്ടത്, നമുക്ക് IAS ആണ് ആവേണ്ടത് ബുദ്ധി തീരുമാനിച്ചാൽ അതിനുവേണ്ടി മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും. അതല്ല, എനിക്ക് ഭഗവാനെയാണ് പ്രാപിക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മുടെ ബുദ്ധി പഠിപ്പിച്ചാൽ മനസ്സ് അതിനുവേണ്ടി സർവ്വ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ. അപ്പൊ സാധനകളും പൂജകളും കാര്യങ്ങളും നല്ല നല്ല സ്വഭാവവും സത്സംഗവും രാമായണവും ഭാഗവത ഇങ്ങനെ നമ്മള് പിന്നെ പഠിക്കലും എല്ലാമായിട്ട് നമ്മള് ആ ഒരു കർമ്മ പദ്ധതി നമ്മള് ഭഗവാനെ പ്രാപിക്കുവാൻ എന്തൊക്കെ ചെയ്താൽ പറ്റും എന്ന് നമുക്കറിയാം. അതിലേക്ക് തന്നെ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് നിവേശിപ്പിക്കും. നമ്മൾ ചെയ്യുന്നതെല്ലാം ഈശ്വര ആരാധനയായിട്ട് ചെയ്യും. ഒരു കാര്യത്തിലും നമുക്ക് നിഷ്കാമമായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുക. ഒന്നിലും നമ്മൾ കർമ്മഫലങ്ങൾ കാംക്ഷിക്കുന്നില്ല. നമുക്ക് ലക്ഷ്യം വന്നേ ഉള്ളൂ, ഭഗവാനെ വേണം. ബാക്കി കർമ്മത്തിന്റെ ഫലം എന്തോ ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ എൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എൻ്റെ ലക്ഷ്യം ഒന്നാണ്, ഭഗവാൻ മാത്രം. ഇങ്ങനെ ഭഗവതയെ ലക്ഷ്യത്തിൽ ചെയ്യുന്ന അതേ തീവ്രതയോടുകൂടി തന്നെ ആധ്യാത്മ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും, സംശയമൊന്നുമില്ല. ഈശ്വരനെ തന്നെ സങ്കല്പിച്ചുറപ്പിച്ച് നമ്മുടെ മനസ്സ് സുഖിക്കാൻ തുടങ്ങും. അങ്ങനെ അത് സദാ ഭഗവാനോട് പറ്റി നിന്ന് ആനന്ദം അനുഭവിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞേ, മൈ എന്നിൽ ഉറപ്പിക്കൂ, മയ്യേവ മന ആവച്ച, എന്നിൽ തന്നെ നിന്റെ മനസ്സ് ഉറപ്പിച്ചു നിർത്തൂ അർജുന. അപ്പൊ നിന്റെ എല്ലാ കർമ്മങ്ങളും എല്ലാ കർമ്മഫലങ്ങളും ഭഗവത് അർച്ചനയായിട്ട് തീരും. അപ്പൊ നീ എന്നിൽ തന്നെ പറ്റിച്ചേർന്ന് നിൽക്കും, എന്നിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കും. മനസ്സും ബുദ്ധിയും ഒരുപോലെ ഭഗവാൻ ഉറപ്പിച്ച് സദാ ഭഗവാനോട് പറ്റി നിൽക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും ഇല്ലേ? മായയുടെ ശക്തിയേറിയ പ്രലോഭനങ്ങൾ 4 വശത്തേക്കും പിടിച്ചു വലിക്കുമ്പോൾ ഇത് എളുപ്പമല്ല. അങ്ങനെ ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു കുറൂരമ്മയ്ക്കോ ഒരു വില്യമംഗലത്തിനോ ഒക്കെ പറ്റിയ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പൂന്താനത്തിനോ ഒക്കെ മാത്രം എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് അവള് ഭഗവാന്റെ പേരിൽ അനുഭവിച്ചിരിക്കുന്നത്. ഭൗതിക ജീവിതത്തിൽ അവർ അനുഭവിക്കാത്ത കഷ്ടപ്പാടുകളില്ല. എല്ലാ തരത്തിലുള്ള രോഗം, ദാരിദ്ര്യം, അപമാനം, എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളും അവമാനിച്ചു. ഇപ്പൊ ഒരിക്കല് ഒരു ഭക്ത സ്വാമിത്ത് എണീറ്റ് നിന്ന് ഉറക്കെ പറഞ്ഞു, സ്വാമി എനിക്ക് ഈശ്വര സാക്ഷാത്കാരം വേണം, സ്വാമി എനിക്ക് സ്വാമിയുടെ സാക്ഷാത്കാരം വേണം. സ്വാമി അത് ഭയങ്കര അച്ചടക്ക ലംഘനമാണ്. അവിടെ ശബ്ദം, ഒരു സൂര്യ വീണ കേൾക്കാവുന്ന ശബ്ദം, അത്ര നിശബ്ദമാണ് കുൽവന്ത്. അവിടെ ഇവർ എഴുന്നേറ്റ് നിന്നിട്ട് സ്വാമി എനിക്ക് സ്വാമി എന്ന് വിളിച്ചിട്ട് സ്വാമി എനിക്ക് സ്വാമിമില്ലാതെ ശാന്തനായിട്ട് നടന്നു പോകുമ്പോ വീണ്ടും സ്വാമി സ്വാമി എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ എനിക്ക് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി പെട്ടെന്ന് തിരിഞ്ഞു. അപ്പത്തേക്കും ഭയങ്കര മുഖത്തിന് ശാന്തഭാവമൊക്കെ മാറി ചോദിച്ചു, ശരി നിനക്ക് ഈശ്വര സാക്ഷാത്കാരം വേണമല്ലേ, തരാം. പക്ഷേ ഈ നിമിഷം മുതൽ നിനക്ക് എല്ലാം നഷ്ടപ്പെടും. നിന്റെ പണം നഷ്ടപ്പെടും, നിന്റെ പദവി നഷ്ടപ്പെടും, നിന്നെ ആർക്കും ഇഷ്ടമില്ലാണ്ടാവും, സർവമാന പേര് നിന്നെ അവമാനിക്കും, നിനക്ക് ദാരിദ്ര്യം കൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ വന്നു പോവും, നിന്റെ പേര് പോവും, നിന്റെ കുലം പോവും, നിന്റെ ബന്ധുക്കൾ പോവും, ആർക്കും നിന്നെ വേണ്ടാതാവും. സമ്മതാണോ?
എന്നാ നിനക്ക് ഈശ്വര സാക്ഷാത്കാരം ഇപ്പൊ തന്നെ തരാന്ന് പറഞ്ഞു. അവര് മിണ്ടാതെ തലകുനിച്ച് അവിടെ ഇരുന്നു. ഈശ്വര സാക്ഷാത്കാരം എളുപ്പമല്ല. സർവത്ര ഉപേക്ഷിക്കണം. എല്ലാം ഉപേക്ഷിച്ച് എല്ലാത്തിലും നിസ്സംഗനായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുള്ളൂ. നമുക്ക് പൂന്താനം നമ്പൂതിരിയും ക്രൂരമ്മയും വില്ലമംഗല സ്വാമിമാരും ഒക്കെ നേരിട്ട് കാണിച്ചു തന്നു. എത്ര അവമാനങ്ങൾ, എത്ര ദുർഘടമായ കഷ്ടപ്പാടുകൾ, എത്ര ദുസ്സഹമായ സങ്കടങ്ങളൊക്കെയാണ് അവർ അനുഭവിച്ചിരിക്കുന്നത് അവരുടെ ജീവിതത്തില്. നമ്മൾ അവരുടെ ആ ഭഗവാൻ അവരെ അനുഗ്രഹിച്ചതിന്റെ കഥകൾ മാത്രം കേട്ട് അങ്ങനെ സന്തോഷിക്കുകയാണ്. അതിലേക്ക് എത്താൻ വേണ്ടി അവർ ചെയ്ത ത്യാഗം, അവർ ചെയ്ത സങ്കടങ്ങൾ, അതൊന്നും നമ്മൾ വായിച്ചു മനസ്സിലാക്കുന്നില്ല. അതും കൂടെ മനസ്സിലാക്കുമ്പോഴേ കഥ പൂർണ്ണമാവുകയുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അത്ര എളുപ്പമേ ഉള്ള കാര്യമല്ല. സാധിക്കാത്തവർ, അത് എല്ലാവർക്കും സാധിക്കാത്ത എന്തുകൊണ്ടാണ്? എളുപ്പമല്ലാത്തതുകൊണ്ട്. സുസാധ്യമാണെങ്കിൽ എല്ലാവർക്കും കിട്ടൂലേ? സുസാധ്യമല്ലാത്തത് കൊണ്ടാണ് അത് കിട്ടാത്തത്. അപ്പം അപ്പൊ ഭഗവാന്റെ അടുത്ത് ചോദിക്കുകയാണ്, അപ്പൊ എങ്ങനെയാണ് ഈ 4 വശത്തേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കുകയല്ലേ, അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്താ വേണ്ട സ്വാമിന്ന് ചോദിക്കാം. അഥ ചിത്തം സമാധാ ധനഞ്ജയ എന്ന് വെച്ചാൽ ധനമാർജിക്കുന്നവൻ. ധനം എന്ന് വെച്ചാൽ പണം മാത്രമല്ല, എല്ലാതര സമ്പത്തും. അതായത് പിന്നെ സ്വൽസ്വഭാവം ഒരു സമ്പത്താണ്. എല്ലാ തരത്തിലുള്ള സമ്പത്തുകളും അതിനാണ് ധനഞ്ജയ എന്ന് പറയുന്നത്. ഇനിയും ബ്രഹ്മപ്രതീകമായി എന്നിൽ ചിത്തം സ്ഥിരമായി ചലിച്ചു പോകാതെ സദാ നിർത്തുന്നതിൽ ന ശക്നോഷി, നിനക്ക് കഴിയുന്നില്ല അല്ലേ? ശരി. എല്ലായ്പ്പോഴും എന്നിൽ മനസ്സുറപ്പിച്ചു നിൽക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പലതരത്തിലുള്ള സങ്കല്പങ്ങൾ വന്ന് നിന്നെ പിടിച്ചു വലിക്കുന്നു. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ധനഞ്ജയ അഭ്യാസയോഗേന, അഭ്യാസയോഗം ശീലിച്ചുകൊണ്ട് മാം ആപ്തും ഇച്ഛ, എന്നെ പ്രാപിക്കാൻ സാധിക്കും. അതായത് പ്രാക്ടീസ്. അഭ്യാസം കൊണ്ട് നേടാനാവാത്ത ഒന്നുമില്ല. നല്ലൊരു പാട്ടുകാരിയാവണോ? മരിച്ച് അഭ്യസിച്ചോളൂ. എത്രയാണെങ്കിലും അവിടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ഏത് കാര്യം നമ്മൾ കേറണമെങ്കിലും എളുപ്പമല്ല, മാത്രമേ നേടാൻ പറ്റുള്ളൂ. അപ്പൊ ഭഗവാൻ പറയാണ്, അഭ്യാസം കൊണ്ട് നേടാൻ പറ്റും അർജുന. ഇനിയും ബ്രഹ്മപ്രതീകമായി എന്നിൽ മനസ്സ് ചലിച്ചു പോകാതെ നിൽക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി അഭ്യസിക്കൂ. ആ ഒരു എന്നിൽ മനസ്സ് നിലനിർത്തുവാനായിട്ട് അഭ്യസിക്കണം. ഒരു കാര്യം ആവർത്തിച്ച് പരിശീലിക്കുന്നതിനാണ് അഭ്യാസം എന്ന് പറയുന്നത്. മനസ്സിന്റെ ഏകാഗ്രത ആവർത്തിച്ച് പരിശീലിക്കുകയാണ് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള അഭ്യാസം. അതായത് മനസ്സ് ചഞ്ചലമാണ്, അതിനെ പിടിച്ചു നിർത്താൻ മഹാബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഏകാഗ്രത ശീലിക്കുക എന്നുള്ളത്. അപ്പം അത് അഭ്യസിക്കണം. ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്യാതിരുന്ന അത് ഉണ്ടാവില്ല. നിരന്തരമായ അഭ്യാസം ഉണ്ടാവണം. അങ്ങനെ അഭ്യാസ യോഗം ചെയ്യുമ്പോൾ നിർഗുണോപാസകനും സഗുണോപാസകനും ഒരുപോലെ അത് അനുഷ്ഠിക്കാം. 2 പേർക്കും, സഗുണോപാസകനും നിർഗുണോപാസകനും ഈ അഭ്യാസം ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ സർവം ബ്രഹ്മമയമായി സദാ ദർശിക്കണമെന്നതാണ് നിർഗുണോപാസകന്റെ നേരിട്ടുള്ള ലക്ഷ്യം. മനസ്സിനെ ഈ ലക്ഷ്യത്തിൽ ഉറപ്പിക്കാൻ യത്നിക്കുമ്പോൾ ഘടപട ശത്രുമിത്രാദി ഭേദ ചിന്ത, ഘടപട ശത്രുമിത്രാദി ഭേദ ചിന്ത എന്നുവെച്ചാൽ ലൗകിക ജീവിതത്തിലുള്ള എല്ലാ തരത്തിലുള്ള വാസനകളും നമ്മളെ പിടിച്ചു വലിക്കും, പ്രലോഭനങ്ങൾ. അങ്ങനെ വന്ന് തടസ്സം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മനസ്സിനെ എത്രത്തോളം നമ്മൾ ധ്യാനിക്കാനിരുത്തുന്നു അത്രത്തോളം മനസ്സിനെ പിടിച്ചു വലിക്കാനായിട്ട് പലതര ചിന്തകൾ ഇങ്ങനെ ഉദയം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താണ് വേണ്ടത്? അങ്ങനത്തെ ഓരോ പ്രാവശ്യം ആ ചിന്ത വരുമ്പോഴും അതിനെ തട്ടി മാറ്റി വീണ്ടും അവിടെ ബ്രഹ്മസ്വരൂപത്തെ നിർത്തിക്കുക. അങ്ങനെ ലോകകാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അഭ്യാസം തുടരാം. നമ്മുടെ ലൗകികമായ നമുക്ക് ഒരുപാട് കർമ്മങ്ങളുണ്ട്, സ്വധർമ്മങ്ങളുണ്ട്. അതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വശത്ത് ഈ അഭ്യാസം തുറന്നുകൊണ്ടേയിരിക്കണം. മനസ്സിലായി? അഭ്യാസം വിട്ടുപോകരുത്. അങ്ങനെ ലോകകാര്യങ്ങളിൽ നിന്ന് പിന്മാറി ഒരിടത്ത് ഏകാന്തമായിരുന്ന സങ്കല്പങ്ങളെ പുറന്തള്ളി അതിനാണ് ധ്യാനം ശീലിക്കണമെന്ന് പറയുന്നത്. ബ്രഹ്മപ്രതീകത്തെ ഉപാസിക്കുന്ന സഗുണഭക്തന്മാർക്കും ഇത് തന്നെയാണ്. നിർഗുണഭക്തന്മാർക്കും സഗുണഭക്തന്മാർക്കും ഭഗവാനെ പ്രാപിക്കുവാനുള്ള അഭ്യാസം ഒന്ന് തന്നെയാണ്. അതായത് ഏകാന്തമായ സ്ഥലത്ത് സർവത്ര ചിന്തകളും തള്ളി സർവബന്ധങ്ങളും തള്ളി നീക്കിക്കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ഭഗവാനെ മാത്രം സ്മരിക്കുക. അതാണ്
ആദ്യമൊക്കെ ഈ ഉപാസകൻ അറിയാതെ തന്നെ ലോക കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിർഗുണോപാസനയാണെങ്കിലും സഗുണോപാസന. ഇപ്പൊ കൃഷ്ണനെ പറ്റി എങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ രാമൻ കയറി വരും, കൃഷ്ണൻ കയറി വരും, രാധ കയറി വരും, എല്ലാം കയറി വരും. നിർഗുണോപാസനാണെങ്കിൽ പിന്നെ പറയും വേണ്ട, ഒന്നുമില്ലല്ലോ, പ്രതീകമില്ല. അപ്പൊ എന്തെല്ലാം തരത്തിലുള്ള കാഴ്ചകളാണ് കയറി വരിക. അപ്പൊ എന്താ വേണ്ടത്? ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കണം, ഭഗവാനെ ഇതൊന്ന് മാറ്റിത്തരൂ. നിരന്തര സ്മരണയ്ക്ക് ആക്കം കൂട്ടണം. ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനോട് തന്നെ നിരന്തര സ്മരണയ്ക്ക് ആക്കം കൂട്ടുവാനായിട്ട് പരിശീലിക്കണം. അതിനാണ് അഭ്യാസം എന്ന് പറയുന്നത്. ലോകകാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് ആവർത്തിക്കണം. തുടർന്ന് ദിവസവും ഏകാന്തമായിരുന്ന് കൃത്യമായി കുറെ നേരം മറ്റു ചിന്തകളൊക്കെ അകറ്റി ബ്രഹ്മപ്രതീകമായ ഇഷ്ടദേവനെ ധ്യാനിച്ചുറപ്പിക്കണം. അതായത് ദിവസേന ചെയ്യണം. ദിവസേന എല്ലാ നേരവും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക സമയവും സ്ഥലവും ഒക്കെ നിർണയിച്ച് അവിടെ ഇരുന്നു കൊണ്ട് ആ സമയത്ത് ആ ഒരു ഉപാസന മാത്രം ചെയ്യുക എന്നുള്ള ഒരു പിന്നെ അഭ്യാസം നമ്മൾ ചെയ്യണം. അങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മനസ്സ് അടങ്ങാൻ തുടങ്ങും. ആ സമയമാകുമ്പോ മനസ്സിന് മനസ്സിലാകും, ഓ ശരിയാണ്, ഈ സമയം ഇതിനുള്ളതാണ്, അപ്പം വേറെ ഒന്നും ചിന്തിക്കണ്ട എന്ന് മനസ്സ് തന്നെ സ്വയം പഠിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ ചിത്തം ശുദ്ധമാവാൻ തുടങ്ങും. അതോടെ രജസ് തമസ് എന്നിങ്ങുള്ള മലങ്ങളൊക്കെ സത്വഗുണം പോയിട്ട് സത്വഗുണം പെരുകും. ചിത്തം പ്രസന്നമാകും. ലോകം ഈശ്വരലീലയും ലോക കർമ്മങ്ങളെല്ലാം ഈശ്വരാരാധനയുമാണെന്ന് ബോധ്യമാകും. പിന്നെ വ്യക്തമായ വസ്തുബോധം തന്നെയാണ് ഭഗവത് പ്രാപ്തി. ചിത്തത്തിന് തൽക്കാലം ഉറപ്പില്ലെങ്കിൽ ഈ അഭ്യാസ യോഗം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാം. അതിനുവേണ്ടി യത്നിക്കാമെന്നാണ് ഭഗവാനോട് പറഞ്ഞു കൊടുത്തത്. ഇനിയും അതിന് മനസ്സിന്റെ ചഞ്ചല നിമിത്തം അഭ്യാസയോഗം, മനസ്സ് ഭയങ്കര ചഞ്ചലമാണല്ലോ, അത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ. അപ്പോഴ അയാൾ എന്ത് ചെയ്യണം? സാധിക്കില്ല എല്ലാവർക്കും അങ്ങനെ മനസ്സിനെ അടക്കാനൊന്നും. അപ്പൊ ഭഗവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അപ്പോൾ അഭ്യാസേ അപ്യസമർത്ഥ അസീമത്കർമ്മ പരമോ ഭവ മദർത്ഥമമി കർവാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. ഭവസ്മരണ അഭ്യാസേ അഭി. ഭവസ്മരണ ആവർത്തിച്ച് ഉറപ്പിക്കുന്ന കാര്യത്തിലും അസമർത്ഥനാണെന്ന് വിചാരിക്കൂ. നിനക്ക് സമർത്ഥമില്ലെങ്കിൽ മത്കർമ്മ പരമഭവ, എനിക്ക് വേണ്ടി പ്രത്യേകം കർമ്മങ്ങൾ ചെയ്യുന്നതിൽ തപ്തരനായി ഭരിക്കൂ. അതായത് സേവ ചെയ്യൂ, സേവന കർമ്മങ്ങളിലൊക്കെ ഏർപ്പെടൂ. നമുക്ക് അങ്ങനെ ഒരു ഒരിടത്ത് അടങ്ങിയിരുന്ന് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നെങ്കിൽ ചെയ്യുന്നതൊക്കെ സേവനങ്ങളൊക്കെ ചെയ്തു തുടങ്ങിക്കോളൂ. ഭഗവാന് വേണ്ടി, ഭഗവാൻ എന്റെ ദൗത്യത്തിന് വേണ്ടി, ഭഗവത് ദൗത്യത്തിന് വേണ്ടി എല്ലാം ചെയ്യൂ. അങ്ങനെ താല്പര്യം വരുമ്പം മദർത്ഥം, എനിക്കായി കർമാണി പ്രത്യേക കർമ്മങ്ങൾ കുർവൻ ചെയ്ത് കഴിഞ്ഞാലും സിദ്ധിം അപ്സസി, ക്രമേണ ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ സേവാ സാധന ചെയ്യൂ. പുട്ടപർത്തിയില് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് 2 സന്യാസിമാര് വന്നു. അവര് വന്നപ്പോ അന്തം വിട്ടുപോയി. ഇവിടെ എന്താ നല്ല സാരിയൊക്കെ എടുത്ത് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് സ്ത്രീകൾ നടക്കണം. വെള്ള ഡ്രസ്സാണെങ്കിൽ എപ്പോഴും ടിപ് ടോപ്പ് ആയിട്ട് ഭഗവാന്റെ ഭക്തന്മാരൊക്കെ ഇരിക്കണം. വെള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്ന ആണുങ്ങള്. സ്ത്രീകളാണെങ്കിൽ നല്ല സുന്ദരിമാരായിട്ട് നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് നടക്കണം. രാവിലെയും വൈകുന്നേരവും ഭജന അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ അവര് നോക്കിയപ്പം ആശ്രമങ്ങളിൽ സാധാരണ കാണുന്ന പോലെയുള്ള ഒന്നുമില്ല. ധ്യാനമില്ല, ഉപദേശമില്ല, പ്രസംഗമില്ല, സത്സംഗമില്ല, ഒന്നുമില്ല. അപ്പൊ അവര് ഭഗവാൻ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോ ഭഗവാൻ ചോദിച്ചു, ഭഗവാനെ ഈ ആശ്രമത്തിൽ വന്നിട്ട് ഞങ്ങൾ അത്ഭുത സ്തബ്ധരായി പോകുന്നു. അപ്പൊ എന്ത് പറ്റി, എന്തിനാണ് അത്ഭുത സ്തബ്ധരായി പോയത്? അപ്പൊ ഭഗവാൻ അടുത്ത്, ഭഗവാൻ ഇതൊരു ആശ്രമമല്ലേ, ഇവിടെ ചില ചിത്തവട്ടങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ എല്ലാത്തിനും ഒരു ചിട്ടവട്ടങ്ങളൊക്കെ വേണ്ടേ? ഞങ്ങൾ നോക്കുമ്പോ അങ്ങനെ ചിട്ടവട്ടങ്ങളൊന്നും ഇല്ലല്ലോ. സ്ത്രീകളൊക്കെ നല്ല സന്തോഷമായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് എന്തൊക്കെയോ ജോലികളൊക്കെ ഏർപ്പെടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വിചാരിച്ച മാതിരിയുള്ള ഒരു ആശ്രമ അന്തരീക്ഷമല്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, വേണ്ടല്ലോ. അവര് 2 നേരം ചെയ്യുന്ന ഭജനകളും അതിന് ചെയ്യുന്ന സേവനങ്ങളും സാധന, അതിൽ പരം വലുതായൊരു സാധന ഇല്ല. സേവാസാധന, മാനവ സേവ, മാധവ സേവ, അവർ നിരന്തരമായിട്ട് സേവാകർമ്മങ്ങളിലാണ്. ഇവിടെ ആശ്രമവാസികൾ എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു സേവയിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ സേവ തന്നെയാണ് അവരുടെ സാധന. അതിനൽപ്പരം ഒരു പൂജ, ഒരു ധ്യാനം അവർക്ക് ആവശ്യമില്ല. അവിടെ തന്നെ അവർക്ക് ഈശ്വരപ്രാപ്തി ഉണ്ടാവും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതാണ് ഭഗവാൻ പറയുന്നത്,
ഭഗവത്സ്മരണ ആവർത്തിച്ചുറപ്പിക്കാനും നാമം ജപിച്ചുകൊണ്ടിരിക്കാനും ധ്യാനിക്കാനും പിന്നെ എന്താ പറയാ സമാധിയാവാനും ഒന്നും നിനക്ക് ശക്തിയില്ല. സമ്മതിച്ചു, വേണ്ട. എനിക്ക് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ ചെയ്യുന്നതിൽ തൽപരനാകാമല്ലോ. എനിക്ക് വേണ്ടി പ്രത്യേക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി തൽപരനായി ഭവിക്കൂ. എനിക്ക് വേണ്ടി പ്രത്യേകമായ കർമ്മങ്ങൾ ചെയ്താലും നിനക്ക് ഈശ്വരനെ പ്രാപിക്കാം എന്ന് പറയാണ് ഭഗവാൻ. എന്താണ് മത്കർമ്മ പരമോ ഭവ എന്ന് വെച്ചാൽ എന്താണ്? നിരന്തരമായ സ്മരണ എനിക്ക് സാധിക്കുന്നില്ല. മനസ്സിന്റെ അത്യന്ത ചഞ്ചലത്വം നിമിത്തം അഭ്യാസവും എനിക്ക് പറ്റുന്നില്ല. ഭഗവാൻ പറഞ്ഞു, ഒന്നുകിൽ നിരന്തരം സ്മരണ ചെയ്യൂ, സ്മരണയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ അഭ്യസിക്കൂ. അത് രണ്ടും എനിക്ക് പറ്റുന്നില്ല, പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഭഗവാൻ പറയാ, ശരി, പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയേ പിന്നെ മാർഗമുള്ളൂ. ലോകകാര്യങ്ങളിൽ മുഴുകി കഴിയുമ്പോൾ ഭഗവത് പൂജാപരങ്ങളായി പ്രത്യേകം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നവ. നിരന്തര സ്മരണയും ഉറപ്പായ ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ എല്ലാ കർമ്മങ്ങളും ഭഗവത് അർച്ചന രൂപത്തിൽ അനുഷ്ഠിക്കാൻ കഴിയും. അതിന് കഴിവില്ലാത്തവർ ഭഗവാന് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതായത് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇങ്ങനെയുള്ള നവവിധ ഭക്തി മാർഗങ്ങളുണ്ടല്ലോ. അതിലേത് വേണമെങ്കിലും അനുഷ്ഠിക്കാം. ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഭഗവത് സാന്നിധ്യം, നമ്മളൊരു അമ്പലത്തില് പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ ആറ്റുകാൽ അമ്പലം, അവിടെയൊക്കെ നമ്മൾ സേവനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണ്? ഭഗവാന് വേണ്ടി. ദേവിയുടെ കാര്യങ്ങൾ, ദേവിയുടെ ഒരു ഉത്സവം, തൃശ്ശൂർ പൂരം, അവിടെ ഒരു ദേവിയുടെ ഒരു ഉത്സവത്തിന് വേണ്ടി, ഭഗവാന്റെ ഒരു ഉത്സവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് സേവനങ്ങൾ ചെയ്യാനുണ്ട്. ആ സേവനങ്ങളൊക്കെ ഭഗവാനെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ മതി, ഒരു നാമം പോലും ചെല്ലണ്ട. അത് ചെയ്തിന് അത് അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ക്ഷേത്ര ദർശനം, തീർത്ഥയാത്ര, കൃത്യമായിട്ട് ഭഗവത് പൂജ, പുരാണ പാരായണത്തിൽ ഏർപ്പെടുക, പ്രത്യേകതരം വ്രതങ്ങൾ അനുഷ്ഠിക്കുക, ഭക്തസംഘങ്ങളോട് കൂടിച്ചേരുക, ഇതൊക്കെയാണ് ഭഗവാനുള്ള വേണ്ടിയുള്ള കർമ്മങ്ങൾ. ഇതൊക്കെയാണ് ഭഗവാനെ നിരന്തരം സ്മരിക്കാൻ നമ്മൾ അറിയാതെ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഇതൊക്കെ. ഭജനയ്ക്ക് നമ്മൾ ദിവസവും പോകുന്നു, ഭജന പാടുന്നു, വീട്ടിൽ പൂജകൾ ഭഗവാന് വേണ്ടി നാരായണ സേവ ചെയ്യുന്നു, സേവന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരെ പറ്റിയ വിചാരം? ഭർത്താവിനെ പറ്റിയാണോ, ഭാര്യയെ പറ്റിയാണോ, കുട്ടികളെ പറ്റിയാണോ? അല്ലല്ലോ. ആരെ പറ്റി നമ്മൾ വിചാരിക്കണേ? ഭഗവാനെ പറ്റി, അല്ലേ? അതാണ് എന്നെ പറ്റിയുള്ള കർമ്മങ്ങൾ, എനിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുമ്പം, ആ ആശ്രമത്തിൽ പോകുമ്പം, ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ആരെ പറ്റിയാ വിചാരിക്കുന്നത്? തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആരെ പറ്റിയാ വിചാരിക്കുന്നത്? ശരിയായ തീർത്ഥയാത്ര എന്ന് വെച്ചാൽ ഭഗവാൻ സ്മരണയോടുകൂടി ചെയ്യുന്ന യാത്രയാണ് തീർത്ഥയാത്ര. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഭഗവത് പൂജയ്ക്കുള്ള ഉപാധികളായിട്ട് മാറും. അങ്ങനെ കുറേ സമയം നിങ്ങൾ ചെലവഴിക്കുമ്പം നിങ്ങൾക്ക് അഭ്യാസ യോഗത്തിനുള്ള പ്രാപ്തി ഉണ്ടാകും. അങ്ങനെ അനന്യ ഭജനത്തിന് അതിനെ കൊണ്ടെത്തിക്കും. അങ്ങനെ അഭ്യാസ യോഗത്തിന് ശക്തിയില്ല എന്ന് പറഞ്ഞില്ലേ? വേണ്ട. എനിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ നിങ്ങൾ നിരന്തരം ഏർപ്പെടും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത് അനുഭവമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മളെല്ലാവരും ഭഗവാന്റെ സേവന പ്രവർത്തനം ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ നമുക്ക് ഭഗവത് കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി വന്നിട്ടുണ്ട്, അല്ലേ? ഇപ്പൊ എന്തുകൊണ്ടാണ് അത്? അങ്ങനെ നമുക്ക് അഭ്യാസ യോഗത്തിനുള്ള ശക്തി നമ്മൾ പ്രാപിച്ചിരിക്കുന്നു. അഭ്യാസ യോഗം കൊണ്ട് അനന്യ ഭജനത്തിൽ എത്തിക്കും. അനന്യ ഭജനം എന്ന് വെച്ചാൽ ഒരേ ഒരു നാമരൂപത്തിൽ തന്നെ ചിത്തമുറപ്പിച്ചുകൊണ്ടുള്ള, ഭഗവാനിൽ തന്നെ ചിത്രമുറപ്പിച്ചുകൊണ്ടുള്ള ഭക്തി. തുടർന്ന് ജ്ഞാനവും മുക്തിയും സാധ്യമായി തീരും. ഭഗവത് പൂജാവിധികൾ ഒരുവനെ സിദ്ധിയിലെത്തിക്കുന്ന ക്രമം ഇതാണ്. എങ്ങനെയാണ് ഭഗവത് പൂജ? എല്ലാവരും, ലോകത്തുള്ള എല്ലാവർക്കും ഒരേ കാര്യം ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും സത്സംഗം ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും കവിത എഴുതാൻ പറ്റുമോ? എല്ലാവർക്കും പാട്ട് പാടാൻ പറ്റുമോ? എല്ലാവർക്കും ആരാധനകൾ ചെയ്യാൻ പറ്റുമോ? തീർത്ഥയാത്ര ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഭഗവാൻ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളാ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വാസനാ ബലത്തിനനുസരിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ചെയ്തോളൂ, അതൊക്കെ എൻ്റെ ആരാധനയായി മാറും എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ചിലര് അമ്പലങ്ങൾ ഉണ്ടാക്കും, ചിലര് ഭഗവാന് വേണ്ടി ആഭരണങ്ങൾ ഉണ്ടാക്കും. നമ്മൾ കാണുന്നില്ലേ ഗുരുവായൂരും മറ്റും ആൾക്കാർ ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അല്ലെങ്കിൽ ചിലര് ഭഗവാന് വലിയ വിഗ്രഹം ഉണ്ടാക്കും, പൂജ നടത്തും, അല്ലെങ്കിൽ സ്പോൺസർ ചെയ്ത് വലിയ പൂജകളും പൂജാദിനങ്ങളും സ്പോൺസർ ചെയ്യും. ഇതൊക്കെ ഭഗവാനുള്ള കർമ്മങ്ങൾ തന്നെയാണ്. ഭഗവാന്റെ കർമ്മങ്ങളിൽ നമ്മൾ ഭാഗഭാഗാക്കുന്നത് തന്നെയാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഭഗവത് പ്രീതി മാത്രം. അങ്ങനെ ഭഗവത് പ്രീതി മാത്രം ഉദ്ദേശിച്ച് നമ്മൾ ഓരോ കർമ്മം ചെയ്യുന്നതാണ് ഭഗവാന് വേണ്ടിയുള്ള കർമ്മങ്ങൾ. നമ്മൾ ചെയ്യുന്ന ചെറിയ സേവനം പോലും സ്വാമിയുടെ സ്വാമിയെ ഉദ്ദേശിച്ച് ഭഗവാനെ പ്രീതികരമായിട്ടുള്ള ഒരു സേവനമാണോ ഞാൻ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഫലം കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെ ഭഗവാൻ പറഞ്ഞേണ്ട താല്പര്യം ഇതാണ്. അപ്പം നിങ്ങൾക്ക്
അഭ്യാസയോഗത്തിലൂടെ എന്നെ പ്രാപിക്കുവാനായിട്ട് കഴിയും. ഭക്ത മനസ്സിന്റെ ഏകാഗ്രത വളർത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ഭഗവത് സേവനം കൊണ്ടും അഭ്യാസയോഗം കൊണ്ടുമൊക്കെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇന്നത്തെ നമ്മുടെ ലെസൺ. ഓക്കെ, നമുക്ക് നാളെ ക്ലാസ് ഉണ്ട്. കാരണം ഇത് ബുധനാഴ്ച നമുക്ക് പിന്നെ ആരാധന ഡേ ആണ്. സ്വാമിയുടെ മഹാസമാധി ദിനം ആരാധന ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പൊ ഇവിടെ വളരെ വലിയൊരു ഉത്സവമാണ്. എല്ലാ സമിതികളിലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മറ്റന്നാളത്തെ ക്ലാസ് നാളത്തേക്ക് പ്രീപോൺ ചെയ്യാണ്. നാളെ ക്ലാസ് ഉണ്ടാവും, എല്ലാവരും വരണം. ഓക്കെ, നാളെയും ഭഗവത്ഗീത തന്നെയാണ് ക്ലാസ്. പിന്നെ വെള്ളിയാഴ്ച നമുക്ക് ഭാഗവതം അങ്ങനെ എടുക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സൈറാം.